മൂന്ന് തരം ലിസ്റ്റിംഗ് ആണ് ആമസോണിൽ വരുന്നത്. ഒന്ന് ജനറൽ ആയിട്ടുള്ള ലിസ്റ്റിംഗ്. ജനറൽ ആയിട്ടുള്ള ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വെക്കുകയാണെങ്കിലും പേരോ ബ്രാൻഡ് നെയിമോ കാര്യങ്ങളൊന്നും കാണില്ല. ഇതുപോലെ ഉണ്ടോ. ഈ ഒരു ജനറലിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന പകരം താഴെ കാണുന്ന പോലെ ഒരു പ്രൈവറ്റ് ലാബിൽ എടുക്കുക, ബ്രാൻഡ് അപ്രൂവല്. ഇതിന് ബ്രാൻഡ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ട. പ്രൈവറ്റ് ലേബൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ സെല്ല് ചെയ്യുന്നത് അതിന്റെ പാക്കിങ്ങിലും പ്രൊഡക്റ്റുമേയും ആ ഒരു പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം. പറഞ്ഞു പോരാൻ പറ്റാത്ത രൂപത്തിൽ നല്ല പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം. ബോക്സുമേലും അതുപോലെ പ്രൊഡക്റ്റുമേയും. അത് പ്രൊഡക്റ്റിന്റെ സ്റ്റൈലൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇതാണ് പ്രൈവറ്റ് ലാബിൽ അപ്രൂവൽ എടുക്കുന്നത്. ഏകദേശം 2 ദിവസം കൊണ്ട് ഈ ഒരു പ്രൈവറ്റ് ലാബിൽ അപ്രൂവൽ നമുക്ക് എടുക്കാൻ കഴിയും. ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഏത് പ്രൊഡക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും താഴെ അതിന്റെ കൂടെ ഒരു ബ്രാൻഡ് നെയിം കാണിക്കും. നേരത്തെ കാണിച്ച പോലെ ഇതുപോലെ ഉണ്ടാവും, ബ്രാൻഡ് നെയിം കാണിക്കും. ഇത് കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റിനോട് കൂടുതൽ ട്രസ്റ്റ് വരുത്തിക്കാൻ സാധ്യമാകും. മൂന്നാമത്തേതാണ് ഇതുപോലെ സ്റ്റോർ ഫ്രണ്ട്. ഇതിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അത് ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും കുഴപ്പമില്ല. ട്രേഡ് മാർക്ക് ഏത് രാജ്യത്തിൽ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾ സെല്ല് ചെയ്യുന്ന രാജ്യത്ത് വിൽക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്ക് UAE മാർക്കറ്റിലാണ് നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതുപോലെ സ്റ്റോർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഒരു 1-2 പ്രൊഡക്റ്റിന് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അത്യാവശ്യം ഒരു 20-30 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലുള്ള സ്റ്റോർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റോർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം കൂടുതലായിട്ട് സെല്ല് വരാനും ഒക്കെ അതുകൊണ്ട് സാധ്യമാകും.